ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു മരമുണ്ട്. അപ്പോൾ മരത്തിൻ്റെ മാങ്ങയൊക്കെ നമ്മൾ നടക്കുകയാണ്. അപ്പോൾ നമുക്ക് അത് മരം വെച്ചാൽ നമ്മളെ നോക്കി എന്തെങ്കിലും മാങ്ങയൊക്കെ നടക്കാം. നമുക്ക് അതിന് തോട്ടിയൊക്കെ വേണം. തോട്ടിയൊക്കെ സെറ്റ് ചെയ്യണം. മസ്റ്റ് നമുക്ക് തോട്ടി സെറ്റ് ചെയ്യാം. നമ്മുടെ തോട്ടിക്കെട്ടിലൊക്കെ ഏകദേശം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇനി താഴത്തുള്ള മാങ്ങയൊക്കെ ഒന്ന് അറുത്തെടുക്കുക കൈകൊണ്ട് തന്നെ. പിന്നെ മേലുള്ളതാണ് നമുക്ക് തോട്ടി ഉപയോഗിച്ച് ഇറക്കേണ്ടത്. അപ്പോൾ നമുക്ക് താഴത്തുള്ള ഇറക്കാം. അങ്ങനെയുള്ള ഒരു പാത്രം ഇതാണ്. നമുക്ക് മാങ്ങയൊക്കെ നമുക്കൊന്ന് അറുത്തത് മെല്ലെ ബക്കറ്റിലേക്ക് ഇടാം. നമ്മുടെ ഏകദേശം ഒരു ബക്കറ്റ് ഫില്ലായി. അപ്പോൾ നമുക്ക് അടുത്ത ബക്കറ്റിൽ പറിക്കാം. ഇപ്പോൾ വീഡിയോ നല്ല ലെങ്ത് ഉണ്ട്, അതുകൊണ്ടാണ് സ്പീഡ് കൂട്ടിയിരിക്കുന്നത്. പോരാതെ നല്ല പുളിയുറുമ്പുണ്ടാകുന്നു മരത്തിൽ കൊമ്പിലൊക്കെ നല്ല ഉറുമ്പുകളാണ്. കുറേയൊക്കെ അടിച്ച് കുറേയൊക്കെ തട്ടിക്കളഞ്ഞു. അപ്പോൾ നമ്മൾ ഈ മൊത്തം കൊല ഇറക്കാൻ പോവാണ്. പിന്നെ എല്ലാ മാങ്ങയും കൈയെത്താൻ ദൂരത്തിനായതുകൊണ്ട് നമുക്ക് പറിക്കാൻ നല്ല എളുപ്പമായിരുന്നു. എല്ലാ മാങ്ങയും ഏകദേശം എല്ലാ മാങ്ങയും താഴത്തു കൂടെ തന്നെ ആയിരുന്നു. ഇനിയുടെ അത്യാവശ്യത്തിന് മേലാണ്. അപ്പം നമുക്ക് തോട്ടി വെച്ച് വെക്കാം. തോട്ടി കൊണ്ട് പറിക്കുമ്പോൾ വലിയ മാങ്ങയോട്ട് തലക്കുള്ളൊരു പേടിയൊക്കെ ഉണ്ട്. അത് സാരമില്ല, 2-3 മേത്തേക്ക് കൊണ്ടു, കുഴപ്പമുണ്ടാവില്ല. അങ്ങനെ നമ്മൾ ലാസ്റ്റ് വീട്ടിൻ്റെ മതിലിൻ്റെ മേലെ കയറിയിട്ടാണ് പറിക്കാൻ തുടങ്ങി. ഒന്നും നോക്കിയില്ല. പിന്നെ അതിൻ്റെ മേലെ കയറിയിട്ട് നല്ല വെയിലാണോ, വെയിലൊക്കെ നിന്നിട്ട് കൊണ്ടു. ഒന്നും നോക്കിയില്ല, നേരെ എല്ലാ മാങ്ങയും ആ സൈഡത്തെ പറിച്ചു. 2 മാങ്ങ മാത്രം ഒഴിവാക്കിയിട്ട്. അപ്പോൾ നമ്മുടെ ഏകദേശം മാങ്ങയൊക്കെ അറുത്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി മേലെയാണ്. അപ്പോൾ അത് അറക്കാൻ പറ്റില്ല. ഉറുമ്പൊക്കെ ഉണ്ട്. അപ്പോൾ കടിക്കുന്നതൊക്കെ അറക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇത്രയാണ് മാങ്ങ കിട്ടിയിരുന്നത്. മൊത്തത്തിൽ ബാക്കി കറുത്തില്ല. ഇനിയുണ്ട്, നേരെ കുറേ ഉണ്ട്. നമുക്ക് അപ്പോൾ നമുക്കൊന്ന് കുറച്ച് മാങ്ങ കഴുകിട്ടൊന്ന് ഉപ്പിലിട്ട് വയ്ക്കാം. അപ്പോൾ നമുക്ക് അത് കഴുകി നിൽക്കണം. അവിടെ ഏകദേശം കഴുകി വൃത്തിയായി കഴിഞ്ഞു. ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മളപ്പോൾ മാങ്ങ പറിക്കണതും ഈ മാങ്ങ കട്ട് ചെയ്യണതൊക്കെ നോക്കിയിരിക്കുന്നത് നമ്മളെ അച്ഛൻ ബാക്കിൽ ഇരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്കൂടെ വിരലൊന്ന് മുറിഞ്ഞു. അതെനിക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. മാങ്ങ കട്ട് ചെയ്ത് മാറ്റി. ഇനി നമുക്ക് അടുത്തത് പച്ചമുളകൊന്ന് കട്ട് ചെയ്യണം. ഞാനിങ്ങനെ ചെറുതാക്കിയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഒരു മുളകൊന്ന് 4 പീസാക്കിയിട്ട് 2 ഉപ്പിലിടണോണ്ട് കുറച്ച് അത്യാവശ്യത്തിന് മുളക് ഞാൻ എടുത്തണോ. ഞാൻ കൂടുതലിടാൻ വാങ്ങിച്ചാൽ ഞാൻ എത്ര എടുത്തിട്ടുള്ളൂ, മുളക് തീർന്നു, അതുണ്ടായത്.
കുപ്പിക്ക് കുറച്ച് ഉപ്പിടുക. നേരെ പിന്നെ സുറുക്കി നമ്മൾ ഒഴിച്ചിക്കണേ. ഒരു കുപ്പി സുറുക്ക വാങ്ങി അത് നമ്മൾ പകുതി മറ്റേ കുപ്പിയിൽ ഒഴിച്ചു. അത് ഫില്ലായി. പിന്നെ നമുക്ക് അതിക്ക് നേരെ പിന്നെ മാങ്ങ നമുക്ക് വാരിയിടണം. അതിക്ക് അത് മറക്കരുത്. ഒന്ന് കുലുക്കിയിട്ട് വേണം മാങ്ങ അതിക്ക് ഇടാൻ കേട്ടോ. 2 കുപ്പി. അപ്പോൾ ഇതുപോലെ 2 കുപ്പി ഞാൻ ഫില്ലാക്കി. അപ്പോൾ ഫില്ലാക്കി കഴിഞ്ഞിട്ടിപ്പോൾ നമുക്ക് ഒന്നുകൂടി കുലുക്കി എടുക്കണത്. കാരണം അതിലുള്ള സുർക്കയും ഉപ്പൊക്കെ എല്ലാ മാങ്ങയ്ക്കും പിടിക്കണ്ടേ. അപ്പോൾ അതിന് നമുക്കൊന്ന് കുലുക്കിയെടുക്കണം കുപ്പി. അതിന് മുന്നേ പച്ചവളമൊക്കെ ഇട്ടിട്ട് വേണം നമുക്ക് കുലുക്കിയെടുക്കാൻ. ലാസ്റ്റ് നല്ല തിളപ്പിച്ചാറിയ വെള്ളം എടുത്തിട്ട് നമുക്ക് 2 എണ്ണത്തിൽ ഫില്ലാക്കി കൊടുക്കുക. നമ്മൾ മാങ്ങയൊക്കെ ഉപ്പിലിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ.